ആരും ഇത് സ്ട്രോൾ ചെയ്ത് പോവല്ലേ, കേൾക്കണം കേട്ടോ. ഓക്കെ, ഞാൻ ചെയ്ത് ശരിയാണോ തെറ്റാണോ എന്ന് എല്ലാവരും പറയണം. എടാ നാറി, എടാ വൃത്തിയേട്ടവനെ, എടാ പന്ന മറ്റേ മോനെ ഇങ്ങോട്ട് വാ. യൂസഫ് റിയാദ് ഇപ്പൊ നാട്ടിലാണ്. ആ കിളവൻ കോവയ്ക്ക പോലത്തെ വലിപ്പമുള്ള ചുക്കാമണി വെള്ളം തെണ്ടി. ഡാ നിന്റെ കോവയ്ക്ക ഞങ്ങൾ കണ്ടതാ പണ്ട് ലൈവിൽ നിന്ന് തുണി ഉരിയിട്ടപ്പം. ആ ഇച്ചിരി ഉള്ളതാടാ കോവയ്ക്ക പോലത്തെ ഞാനൂളെ. കോവയ്ക്ക അത്ര പോലും ഇല്ല. എടാ വൃത്തിയേട്ടവനെ, നീ എന്തുട്ടാടാ കിങ് ഓഫ് അജ്മാനെ കുറിച്ചിട്ട് ട്രോൾ ഇട്ടേക്കണേ? ഞാൻ മിനിഞ്ഞാന്ന് ഞാൻ മിനിഞ്ഞാന്ന് കിടക്കാൻ നേരത്ത് കിങ് ഓഫ് അജ്മ ലൈവ് ഇട്ടപ്പം എന്നോട് കിങ് ഓഫ് അജ്മ പറഞ്ഞു, ബിജു ഒന്ന് വാ ഗസ്റ്റിൽ വാന്ന് പറഞ്ഞു. ഞങ്ങൾ നേരത്തെ സംസാരിക്കാൻ കയറി. അപ്പം ഈ യൂസഫ് റിയാദ് അവിടെ വന്നു. അവിടെ വന്നു കഴിഞ്ഞപ്പം അജ്മാൻ ഗസ്റ്റ് എടുത്തു. അപ്പം ഞാൻ ഗസ്റ്റ് ഉണ്ട് അജ്മാൻ്റെ. അപ്പം ഈ യൂസഫ് റിയാദ് കയറി വന്നിട്ട്, എടി പൂറി മോളെ നിനക്ക് സുഖമാണോ എന്ന് ചോദിച്ചു. കിങ് ഓഫ് അജ്മാൻ ആ സത്യത്തിൽ അത് ഇഷ്ടപ്പെട്ടില്ല. കിങ് ഓഫ് അജ്മാൻ എന്താക്കി, അയാളെ പിടിച്ചിട്ട് അലക്കി തെറി പറഞ്ഞു. തെറ്റുണ്ടോ? എന്നെ പോലത്തെ ഒരു ലേഡി അവിടെ ഇരിക്കുമ്പം അയാൾ എന്നെ തെറി വിളിച്ചപ്പോൾ അത് കിങ് ഓഫ് അജ്മാൻ ഇഷ്ടപ്പെട്ടില്ല. കിങ് ഓഫ് അജ്മാൻ നല്ലത് കൊടുത്തു. അതിനെതിരെ ഈ മൈരൻ, ഈ കോവയ്ക്ക, ഈ മൊട്ടത്തളിയൻ, മീശയില്ല താടിയില്ല, ആ വെട്ടാവളിയൻ പാവ അജ്മാൻ്റെ ഫോട്ടോ വെച്ചിട്ട് ട്രോളിരിക്കുന്നു. എടാ മൈരേ, ഓക്കെ, എൻ്റെ കോവയ്ക്ക പോലത്തെ വലിപ്പമുള്ള ചുക്കാമണിയുള്ള കിളവാ, കാട്ടുകിളവാ. ഇപ്പം മറ്റേ മോനെ, നിന്നോട് പുഴുപ്പല്ല. ഞാൻ അവൻ്റെ ഭാര്യയൊന്നുമല്ല, ഞങ്ങൾ നല്ല ഫ്രണ്ടാണ്. നിനക്ക് എന്നോട് പ്രേമം ഉണ്ടെങ്കിൽ നീ അതങ്ങോട്ട് തീർക്ക്. ഓക്കെ, ഇല്ലെങ്കിൽ കിളവ പണ്ട് ഇൻസ്റ്റാഗ്രാമിൽ എന്നോട് പറഞ്ഞതൊക്കെ ഞാൻ എടുത്ത് റെക്കോർഡ് പോസ്റ്റും നാട്ടുകാർ മൊത്തം കാണും. നിങ്ങൾക്ക് ഭയങ്കര കടിയാ നീ. ഞാനും അജ്മാൻ തമ്മിൽ പ്രേമമൊന്നുമില്ല. നിനക്കുണ്ടാവുമായിരിക്കും എന്നോട്, പക്ഷെ എനിക്ക് തിരിച്ചില്ല കിളവ. എനിക്ക് നിന്നോടൊരു ബോധ്യവുമില്ല. എഴുന്നേക്ക് പോലും ഇല്ലാത്ത കോവയ്ക്കയാണ് നിന്റെ സാമാനം. എനിക്ക് കോവയ്ക്ക വരെ താല്പര്യമില്ല. എനിക്ക് നല്ല വഴുതരിങ്ങ ഇഷ്ടം. നല്ല വഴുതരിങ്ങ, നല്ല വലിപ്പമുള്ള സാധനം. ഞാൻ അതിൻ്റെ ആളാണ്. നിന്റെ വെറും കോവയ്ക്കയുടെ വലിപ്പം പോലും ഇല്ല വൃത്തികെട്ടവനെ. നിനക്ക് കുത്തുന്നാ? നീ എന്നെ തെറി വിളിച്ചിട്ടാണ് ലൈവിൽ വന്ന് തെറി വിളിച്ചിട്ടാണ് അജ്മൽ നിന്നോട് പറഞ്ഞത് കേട്ടടാ. നീ അതിന് അവൻ്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും നീ വിളിക്കുന്ന പുഴുപ്പല്ല, വൃത്തികെട്ടവനെ. നിന്നെ ഞാനൊരു സമയത്ത് ഹെൽപ്പ് ചെയ്തു, അതെൻ്റെ നല്ല മനസ്സ്. നിന്നെ ആ സമയത്ത് നിന്റെ ലൈവിൽ ഒരുപാട് പെൺപിള്ളേർ ഗസ്റ്റിൽ ഇരിപ്പുണ്ടായിരുന്നല്ലോ, പാട്ടും പാടി കഥയും പറഞ്ഞു. നിന്നെ അന്നൊന്നും ആരും സഹായിച്ചില്ലല്ലോ. നിന്നെ ആരെ ഹെൽപ്പ് ചെയ്തേ? നീ മറ്റേ സൗദിയിൽ നിന്ന് മറ്റേ നാട്ടിൽ പോയപ്പം കഞ്ഞി എന്താ പറയുക, ഞാൻ കൊടുത്തതൊന്നും ഞാൻ വിളിച്ചു പറയാറില്ല, പക്ഷെ ഇത് പറയേണ്ട അവസ്ഥ വന്നു. നിന്നെ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഹെൽപ്പ് ചെയ്യാൻ ആ സമയത്ത്. ഓക്കെ, ഹെൽപ്പ് ചെയ്തവർ ഒരിക്കലും നമ്മൾ തെറി പറയരുത്. സത്യമാണ് ഗുയ്സ്. ഞാനൊരു ദിവസം ഇവൻ്റെ ലൈവ് കണ്ടപ്പോൾ എനിക്ക് സങ്കടമായി. എനിക്കുണ്ട് 3 മക്കൾ. ഇവൻ്റെ അവസ്ഥയും ഇവൻ്റെ ആ വീട്ടിലെ ഒരു ഇതും ആ മക്കളെ ആ ഫുഡൊക്കെ കഴിക്കുന്ന കണ്ടപ്പം, ചമ്മന്തി കൂട്ടി ചോറ് ഉണ്ടെന്ന് കണ്ടപ്പം നമുക്ക് എന്തോ ഒരു വിഷമം വന്നു. ആ സമയത്ത് എനിക്ക് അയാളെ ഹെൽപ്പ് ചെയ്യണം തോന്നി. ഞാൻ കുറച്ച് പൈസ കൊടുത്തിട്ടും ഇത്ര രൂപ കൊടുത്തിട്ടും ഞാൻ അയാളെ ഹെൽപ്പ് ചെയ്തു. ആ ഹെൽപ്പ് ചെയ്തതിന് എനിക്ക് തന്നതാണ് ഈ ഒരു ഇത്. അപ്പം ആ ഹെൽപ്പ് ചെയ്ത വ്യക്തിനെ ഞാൻ അജ്മാൻ്റെ ലൈവിൽ ഇരുന്നപ്പോൾ ഇവൻ വന്നതിന് തെറി വിളിച്ചത് അജ്മാൻ ഇഷ്ടപ്പെട്ടില്ല. അജ്മാൻ പറഞ്ഞ് കറക്റ്റാണ്, നിനക്ക് എന്നെ തെറി വിളിക്കാൻ ഒരു വോയിസ് ഇല്ല, എൻ്റെ കോവയ്ക്ക ഞാനൂള് പോലത്തെ പുഴുപ്പല്ല. എന്തിനാണ് ആ അജ്മാനെ പിടിച്ച് ട്രോൾ ചെയ്തു? അജ്മാനെ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് റിമൂവ് ആക്ക്. അല്ലാതെ നീ ഉദ്ദേശിക്കുന്ന പോലെ അജ്മാൻ എന്നോട് അജ്മാനെ കൊണ്ടുപോകൊന്നുമില്ല, പേടിക്കണ്ട, അജ്മാൻ വൈഫുണ്ട്. നിങ്ങൾ പറ, ഇങ്ങനെയൊക്കെ തെറി വിളിക്കാൻ പാടുണ്ടോ? കാട്ടുകളവാ, അപ്പൂപ്പൻ, വയസ്സും പ്രായമായില്ലട മൈരേ, വീട്ടിലൊതുങ്ങി കൂടി ഇരുന്നൂടെ? പുഴുപ്പല്ലൻ, ആകെ ഇച്ചിരി ഉള്ളൂന്നേ കോവയ്ക്ക പോലത്തൊരു വലിപ്പം, ഇച്ചിരി ഉള്ളു ഞാനൂള് പോലത്തെ സാധനം. അതുകൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. ഇനിയെങ്കിലും മര്യാദയ്ക്ക് ഇരുന്നോ? ഇല്ലെങ്കിണ്ടല്ലോ എനിക്ക് ഇൻസ്റ്റയിൽ പണ്ട് വിട്ട ഒരു ഇതുണ്ടല്ലോ, ഞാനിതെടുത്ത് എല്ലാവരും കാണിക്കും, നാട്ടുകാർ മൊത്തം അറിയും, പെണ്ണുമ്പളെടുത്ത് ചവിട്ടി പുറത്താക്കും. അത് വേണോ? ആ വീഡിയോ പോയി ഡിലീറ്റ് ആക്കടാ. ഇനി മേലില് ഞാൻ ഏതെങ്കിലും ഗസ്റ്റ് ചെയ്തിട്ട് എന്നെ തെറി വിളിച്ചാണ്ടല്ലോ, പുഴുപ്പല്ല, നിന്റെ അണ്ടി കരിഞ്ഞു പോകും മയില്. പോ.